എന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ ദൈവമക്കളെ കരങ്ങളെ ഉയർത്തി ദൈവത്തിൽ ഒരു മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ മധ്യയിലുണ്ട്. അതുപോലെ കാണാൻ ആരംഭിച്ച ക്ലാസ്സുണ്ട്. അതുപോലെ പുതിയതായിട്ട് വന്ന ചില മുഖങ്ങളെ ആദ്യമായി കാണുന്നവർ ഇതിനകത്തുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവമാണ് നിങ്ങളെ കർത്താവ് കൊണ്ടുവരാതെ, കർത്താവ് ഈ തോട്ടത്തിനകത്ത് കയറ്റാതെ ആർക്കും വരാൻ കഴിയത്തില്ല. കാരണം എപ്പോഴും കാവലുള്ളതാണ് കർത്താവിന്റെ തോട്ടം. ആ തോട്ടത്തിനകത്ത് യേശുവിന്റെ അനുവാദം. അപ്പോൾ ഇന്ന് പകൽക്കാലം ചിലവർക്ക് അനുവാദം കിട്ടിയത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് ആ അനുവാദം തന്നതുകൊണ്ട് ഇനിയുള്ള ദിനങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രതികൂലമല്ല. ദൈവത്തിന്റെ അനുകൂലം വിശ്വസിക്കുന്നവരെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നെ മറ്റതായി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഇരിക്കുന്ന പലവർക്കും എന്നെ അറിയാം. എന്നെ അറിഞ്ഞിടത്തവരെയും ഇതിനകത്തിരിക്കുന്നവരെ എനിക്ക് അറിയാൻ കഴിയും. കാരണം സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവരുടെ പേരും ഇന്ന് പകൽക്കാലം അറിയുന്ന ദൈവ സാന്നിധ്യം നിങ്ങളുടെ പേരിൽ പകരുന്നു. അതുകൊണ്ട് എല്ലാവരും അല്പസമയം പ്രാർത്ഥനയോടെ ആയിരിക്കും. അല്പം സമയമൊന്നും നീട്ടുവാൻ ആഗ്രഹിക്കുന്ന ദൈവം തരുന്ന നിയമപ്രകാരം അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് അധിക സമയമൊന്നും വേണ്ട, അല്പം അത് വലിയ പ്രവൃത്തിയാണ്. ഇനിയുള്ള അല്പസമയം ബാക്കിയെല്ലാം മറക്കണം. അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ ആലോചിക്കരുത്, ഹല്ലേലൂയ, ഞാൻ പോയാൽ മാത്രമേ എന്റെ കുടുംബനാഥൻ ചോറ് കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇപ്പൊ വരുമോ വരുമോ എന്നുള്ള ചിന്തയിൽ ഇരിക്കരുത്. അവിടെ എന്തായാലും അതങ്ങ് നടക്കും. നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത് കർത്താവ് എന്നോട് സംസാരിക്കണം ആ ഉദ്ദേശമാണ് നിങ്ങളുടെ മധ്യയിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കർത്താവ് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഇതിനകത്തിരിക്കുന്നവരൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഓരോരോ പ്രശ്നത്തിനകത്ത് കുരുങ്ങി കിടക്കുന്നവരാണ് ഇതിനകത്തായിരിക്കും. ആ കുരുക്കിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ചിലവരെ ഇതിനകത്ത് കൊണ്ടുവരും. നിശ്ചയമായി ദൈവത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായി ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായി ആ കർത്താവ് നിങ്ങളോട് ഒരു നിരീക്ഷ കണ്ണുകളെ പൂർണ്ണ മനസ്സോടും കർത്താവിനെ ഏൽപ്പിച്ചടക്കി. കർത്താവെ, ഇന്ന് എന്റെ വിടുതലാണ്, ഇന്ന് എന്റെ പ്രശ്നത്തിൽ നിന്നും എനിക്കൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. ഞാൻ വന്നത് വെറുതെ ആകത്തില്ല. എന്റെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനൊരു ജയവുമായി ആത്മാർത്ഥമായ പകൽക്കാലം കർത്താവിനോട് പൂർണ്ണ മനസ്സോടെ നീ പറയുവാൻ തയ്യാറായ പ്രിയ മകനെ, പ്രിയ മകളെ, നീ വന്നതുപോലെ ഇവിടെ നിന്ന് മടങ്ങി പോകാൻ എന്റെ ദൈവം ഇടവരുത്തത്തില്ല. നീ വന്ന് വിഷമിച്ചതുപോലെ ഇവിടെ നിന്ന് കണ്ണീരോടെ മടങ്ങാൻ എന്റെ ദൈവം ഇടവരുത്തത്തില്ല. നിനക്ക് വേണ്ടി ചിലവരെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ആരോടും പറയാൻ പറ്റാത്ത ചില വിഷയങ്ങൾ സുഹൃത്തുക്കളോട് പറയാൻ പറ്റത്തില്ല, കുടുംബനാഥനോട് പറയാൻ പറ്റത്തില്ല, സ്വന്തം മക്കളോട് പറയാൻ കഴിയത്തില്ല, അയൽവക്കക്കാരോട് പറയാൻ കഴിയത്തില്ല. ഉള്ളിൽ മാത്രം ഒതുക്കി വെച്ചുകൊണ്ട്, ഉള്ളിൽ മാത്രം ഒതുക്കി വെച്ചുകൊണ്ട് യേശുവിലേക്ക് മാത്രം നീ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ വേണ്ടി മകൾക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, അതിനുവേണ്ടി ഒരു വിടുതൽ പ്രാപിക്കുന്ന ഒരു ദിവസമാക്കി ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ആ രണ്ട് കരങ്ങളെ തട്ടി ഒരു ദൈവത്തെ പിടിക്കാട്ടെ, ആ ദൈവത്തെ ആരാധിക്കാട്ടെ, ആ ദൈവത്തെ മനസ്സോടെ ആരാധിക്കാട്ടെ, ആ ബുദ്ധികൾക്ക് വായിച്ചു പുറപ്പെട്ടാട്ടെ, ആ പുറപ്പെട്ടാട്ടെ.
ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റൊന്ന് ശരിയാകുമെന്ന് ശത്രു നിന്നെ നോക്കി വാദിച്ചുകൊണ്ട് നിന്റെ ആവശ്യങ്ങളൊക്കെ നാളേക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല അന്ധതയുടെ വർഷത്തെ ഇന്ന് പകർക്കാനും പരിശുദ്ധാത്മാവ് വിജയത്തിലേക്ക് എന്റെ ദൈവം പകർത്തുന്ന ഒരു ദിവസമാക്കി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. പകരക്കാലം നിന്റെ വിടുതലോടെ നിനക്ക് മടങ്ങും. കർത്താവിനകത്ത് കടന്നു വരും. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെ അംഗീകരിക്കണം. അല്പസമയം ഞങ്ങൾ അവന്റെ പാദപീഠത്തിനായി നിൽക്കുന്ന കർത്താവിനെ കേൾക്കുന്ന കാതുകളെ ശക്തി ഈ വചനത്താൽ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് പൂർണ്ണതയോടെ പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. എല്ലാ ഉള്ളങ്ങളെ കൊണ്ടതിനായി ഈ സമയം ഞങ്ങളുടെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി സന്തോഷത്തോടെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 22 അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം കേൾക്കുമായി. ഉൽപ്പത്തി പുസ്തകം 22 അതിന്റെ 1 മുതൽ 13 വരെയുള്ള. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ഭാര്യക്കാരൻ രണ്ടുപേരെയും തന്റെ മകൻ ഇസഹാക്കിനെ കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തു നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ഭാര്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിക്കും, ഞാൻ ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിലുള്ള വിറക് എടുത്തു തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താനും എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിലെ ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി, തന്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറക് മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലനെ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ അതിന്റെ 12 നമ്മൾ വായിച്ചപ്പോൾ ബാലന് മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകൻ തരുവാൻ നീ മടി കാണിക്കാത്തത് കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടിൻകുട്ടിൻ കൊമ്പ് കാട്ടിൽ കുടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടിൻകുട്ടത്തിനെ പിടിച്ച് തന്റെ മകൻ പകരം ഹോമയാഗം കഴിച്ചു. അപ്പോൾ ആ ദൈവത്തിന്റെ ദൈവം ഓരോ മനുഷ്യനിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവം പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുമോ
അല്ലെങ്കിൽ അതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ പുറപ്പെടുമോ എന്നാണ്. അപ്പോൾ അങ്ങനെ പുറപ്പെടുവാൻ വേണ്ടിയാണ് പലവരും പറയുന്നില്ലേ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന വിഷയങ്ങളുണ്ട്, ഇന്ന ഭാരമുണ്ട്, ഇന്ന വേദനയുണ്ട്, ഇന്ന കണ്ണീരുണ്ട്. അപ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നീ പൂർണ്ണമായി അത് നിവർത്തിക്കാൻ തയ്യാറായ നിന്റെ കൺവെട്ടത്തിൽ കാണാത്ത പലതും നീ ചെയ്യുമ്പോൾ തന്നെ നീ കാണാത്തത് പലതും കാണാം. ചില പരീക്ഷകൾ നിനക്ക് നിന്റെ ഇതിന്റെ പുറകിലോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 12-1-2 വായിക്കുമ്പോൾ കർത്താവിന്റെ അരുളപ്പാട് അബ്രഹാം ഉണ്ടായിരിക്കുന്നത്, നീ ഇവിടെ പാർത്തത് മതി, ഇനി ഞാൻ പറയുന്ന ഒരു ദേശത്ത് നീ കടന്നു ചെല്ലണം. അതെങ്ങനെ കടന്നു ചെല്ലണം? നിനക്കൊരു അവകാശമെന്ന് പറയുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും അവരെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പറയുന്നിടത്ത് നീ പോകണം. അവരോട് പുറപ്പെട്ട ലോത്ത് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ ലോത്ത് ഹല്ലേലൂയ പ്രിയ മകനോട് പുറപ്പെട്ട് നിന്നപ്പോൾ അവൻ എങ്ങനെ നോക്കിയപ്പോൾ അക്കരെ ഒരു പച്ച കാണാനിടവന്നു. അപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിനോട് പറയാണ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ അക്കരെ പോകാൻ എന്ന് പറഞ്ഞിട്ട് അബ്രഹാം പറഞ്ഞു, എങ്കിൽ നിന്റെ ഇഷ്ടത്താൽ ഇടത്തോ വലത്തോട്ടോ നീ പോകാൻ തയ്യാറായിക്കോട്ടെ. പ്രിയ മകൻ പോകുവാൻ തയ്യാറായി. ആ അബ്രഹാമിനോട് ദൈവവിളി മുഖേന ഇറങ്ങിയ മകൻ അബ്രഹാമിനോട് കൂടെ നിൽക്കാതെ അവന്റെ ഇഷ്ടത്താൽ മറ്റൊരു ദേശത്ത് പോയതിന്റെ പ്രതിഫലം എന്താണെന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കും. എന്ത് സംഭവിച്ചു? സ്വന്തം അപ്പനാണ് 2 മക്കൾ ഗർഭം ധരിപ്പാനിടവന്നു. ശപിക്കപ്പെട്ട ഒരു കുടുംബമായി മാറുവാൻ ഇടവന്നു. പക്ഷെ ദൈവത്തിന്റെ വാക്ക് കേട്ട അബ്രഹാം കുടുംബം അനുഗ്രഹം പ്രാപിപ്പാൻ ഇടവന്നു. അബ്രഹാമിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അവന് വേണ്ടപ്പെട്ട സമ്പത്ത് സകലതുമുണ്ട്, പക്ഷേ അവരൊരു തലമുറയില്ല. എന്നാൽ സാറ ഒരു തീരുമാനം പറയുക, പ്രിയ ആദറിന്റെ മേൽ പ്രിയ മകൻ കൂടെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നമുക്ക് പ്രാപിപ്പാം എന്നും ഒരു വാഗ്ദാനം നൽകുന്നു. അങ്ങനെ പ്രിയ മകൾ ഹല്ലേലൂയ അതുവരെ പ്രസവിക്കാൻ ഇടവന്നു. എന്നാൽ ആ പ്രസവിച്ച് വലിയ നാളുകൾ ചെന്ന് വന്നപ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ സാറയോട് സംസാരിക്കുന്നത്, നിനക്ക് ഒരു മകൻ ജനിക്കാൻ എന്നാൽ ഹല്ലേലൂയ പ്രിയ മകൾ ഹല്ലേലൂയ അത് കേട്ടപ്പോൾ പെട്ടെന്ന് ചിരിക്കുകയും പെട്ടെന്ന് അട്ടഹസിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ ദൂത് പിന്നെയും പറഞ്ഞപ്പോൾ അവൻ വിശ്വസിക്കുകയും പ്രിയ മകൻ ഹല്ലേലൂയ പ്രിയ മകളുടെ ഉദരത്തിൽ ഹല്ലേലൂയ ഗർഭം ധരിക്കുന്ന അടഞ്ഞ ഗർഭത്തെ ദൈവത്തിന്റെ വാഗ്ദത്തത്താൽ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരിക്കലും അങ്ങനെ ഒരു പൂർണ്ണത ഉണ്ടാക്കാത്ത സമയത്തിൽ അടയപ്പെട്ടു പോയത് ഒരു കൂട്ടം ജനം അബ്രഹാമിനെ സാറയെ നോക്കി പറഞ്ഞു, അത് അടയപ്പെട്ടു പോയി. ഹല്ലേലൂയ. രക്തം ചെയ്യാം ആമേൻ. ഈ ഒരു അമ്മച്ചിയായാലും അപ്പൂപ്പനായാലും കുഴപ്പമില്ല. സ്തോത്രം. ഒരു അപ്പൂപ്പനായാലും ഒരു അമ്മച്ചിയായാലും നിനക്ക് ഇസ്ഹാക്കിനെ പോലെ മുട്ടുവാൻ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ പിറ്റേയാണ്ട് ചെന്നപ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അടയപ്പെട്ടെന്ന് പറഞ്ഞ പ്രിയ മകളിൽ നിന്നും ഒരു ഉത്തരഫലം ഉണ്ടാവുകയും അതേ ആണ്ടിൽ പ്രിയ ഇസ്ഹാക്കിന് മുല പൊട്ടുന്നത് കാണുവാൻ. അടയപ്പെട്ട പ്രശ്നമായ മെഡിക്കൽ ശാസ്ത്രം നിന്നോട് പറയും അത് അടഞ്ഞു പോയി. സ്തോത്രം. No!
രക്തം ചെയ്യാം. ഏത് അടയപ്പെട്ടു പോയതിനെയും അതിൽ നിന്നും ഹല്ലേലൂയ ഒരു ഉൽപ്പാദിക്കുന്ന പ്രതിഫലത്തെ തന്ന് പ്രവർത്തിപ്പാൻ പ്രതീക്ഷിക്കാത്തത് ദേശം പാടി നടക്കുന്ന രീതിയിൽ ചിലപ്പോൾ അരിമൂട് പഞ്ചായത്തായിട്ട് ഒറ്റശ്ശേരമംഗലമാകട്ടെ വെള്ളറടയാകട്ടെ നെയ്യാറ്റിങ്കരാകട്ടെ അല്ലെങ്കിൽ ലോകത്തിന്റെ അറ്റത്തുള്ള പഞ്ചായത്താകട്ടെ നിന്റെ മേൽ ദൈവം തന്ന വാഴ്ത്തത്വം ലോകം ഹല്ലേലൂയ. ആ മഹത്വത്തെ മനുഷ്യന്റെ വാക്കല്ല, മെഡിക്കൽ ശാസ്ത്രത്തിന്റെ വാക്കല്ല. ഇന്ന് പകരക്കാലം നീ വിശ്വസിച്ചാൽ ആ ദൈവത്തിന്റെ ദൈവം പ്രിയ ഇസഹാക്കിന് ദൈവം കൊടുത്തു. അപ്പോൾ ആ ഇസഹാക്ക് വളർന്നു തുടങ്ങിയപ്പോൾ ഹാദറിന്റെ കുഞ്ഞ് ഹല്ലേലൂയ സാറയുടെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടാണ്. പ്രിയ മകൾ ഹല്ലേലൂയ ആ ഇസഹാക്കിനോട് ഹല്ലേലൂയ അബ്രഹാമിനോട് പറയേത് അല്ലെ ഇനി പ്രിയ ദാസിയുടെ മകനെ ഇവിടെ നിർത്തുക, അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാൻ തയ്യാറാണ്. എന്നാൽ യേശുവിനോട് ചോദിച്ച് ഹല്ലേലൂയ എന്നാലും പ്രിയ മകന്റെ ഇഷ്ടം നിറവേറുന്ന പ്രകാരം ഹല്ലേലൂയ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അതിരാവിലെ ഹല്ലേലൂയ അബ്രഹാം എഴുന്നേറ്റ് ഹല്ലേലൂയ അവർക്ക് വേണ്ടി വെള്ളവും അപ്പവും കൊടുത്ത് ഹല്ലേലൂയ ഇസ്ഹാക്ക് പ്രിയ ഹാദറിന്റെ യാത്രയാണ്. അപ്പോൾ ഹാദർ ഹല്ലേലൂയ കിട്ടിയത് കൊണ്ട് ഒരു കുറ്റവും പറയാതെ, ഒന്നിനെതിരെ വഴക്കം പറയാതെ, ഒന്നിനെതിരെ ശണ്ട കൂടാതെ അബ്രഹാം പറഞ്ഞത് കേട്ട് യാത്രയായി. എന്നാൽ കൈക്കുമിടത്തിലെത്തിയ സമയത്ത് അവിടെ കയ്യിലിരുന്ന വെള്ളവും അപ്പവും തീർന്നു പോകാൻ നാട്ടിലിരുന്ന് ഹല്ലേലൂയ പ്രിയ മകൻ കരയുവാൻ വന്നു. ഹല്ലേലൂയ കർത്താവേ ഈ കുഞ്ഞിന്റെ കണ്ണുനീർ ഈ കുഞ്ഞിന്റെ നിലവിളി ഹല്ലേലൂയ ഏത് നിമിഷം മരണത്തോട് മല്ലടിക്കുന്ന ഈ കുഞ്ഞിന്റെ മരണം പോലും എനിക്ക് കാണാൻ വയ്യെന്ന് പറഞ്ഞ് മറച്ചു വരുന്ന ഒരു സ്ഥലത്തിന്റെ മരത്തിന്റെ മൂട്ടിൽ കൊണ്ടുവച്ച് പ്രിയ നാഥൻ രണ്ട് കാലും മുട്ടുകുത്തിക്കൊണ്ട് ആ മരുഭൂമിയുടെ നടുവിലിരുന്ന് യേശുവേ എന്നെ രക്ഷിക്കണമേ, എന്റെ മകന്റെ മരണം എനിക്ക് കാണാൻ വയ്യ. പ്രിയ മകളെ തട്ടിയിട്ട് ചോദിച്ചു, നീ എന്തിന് കരയണം? നീ എന്തിന് കരയണം? നീ നല്ലവണ്ണം നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കണ്ടുറ. നിനക്കുള്ള ഉറവ അവിടെ തുറന്നിരിക്കുന്ന ആരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരിക്കും, ദൈവത്തോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ദൈവസന്നിധിയിൽ എപ്പോഴും പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ നിന്റെ ചില നന്മകൾ മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഹാദറിനോട് കർത്താവ് പറഞ്ഞത് ഉറവ തുറന്നു വെച്ചതല്ല പറഞ്ഞത്, നിന്റെ കണ്ണ് നല്ല പ്രിയ ജനമേ, പ്രിയപ്പെട്ടേ, ഇന്ന് പകൽക്കാരൻ എന്നോട് പറയട്ടെ, നീ നല്ലവണ്ണം കർത്താവിലേക്ക് നിന്റെ കണ്ണ് തുറക്കാൻ തയ്യാറായാൽ കാണാത്തത് ചിലത് കാണാത്തത് ചിലത് കാണുവാനിടവരും. കാരണം നിന്നെ വിളിച്ചതും നിന്നെ കൊണ്ടുവന്നതും നിന്നെ യേശുവിനോട് ചേർത്തതും സർവ്വശക്തനായ ദൈവമാണ്. അവന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞു കിടക്കാൻ, അവന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞു കിടക്കാൻ, അവന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞു കിടക്കാൻ എന്റെ ദൈവം ഇടവരുത്തത്തില്ല. എന്നാൽ അത് പ്രകാരം ദൈവത്തിന്റെ മഹത്വത്തെ കാണാനില്ല. അന്ന് ദൈവത്താൽ ഉളവായ ഉറവ ഈ 2025 പോലും ഇതുവരെ ഉറവയ്ക്ക് ഒരു ദോഷം സംഭവിക്കുക ഇന്നും ആ ഉറവ ഇന്ന് പകരക്കാലം യേശു നല്ലവണ്ണം തുറന്ന നിന്നിലുള്ള ചില ഉറവകൾ ഒരു കാലത്തും വറ്റാത്ത നിർത്തുവാൻ കഴിയുമെന്ന്
ആ ദൈവത്തിലേക്ക് നീ ഏൽപ്പിക്കാൻ തയ്യാറായ ആ ഹല്ലേലൂയ. കർത്താവ് നിശ്ചയമാണ് നിനക്ക് വേണ്ടി സ്തോത്രം. ഹാദർ ദൈവമഹത്വം കണ്ട് ഒരു നിമിഷം മരണത്തെ അല്ലെങ്കിൽ മകന്റെ കണ്ണുനീർ കണ്ട് ഏത് നിമിഷം ഈ മരുഭൂമിയിൽ തന്നെ തീർന്നു പോകുന്നുണ്ട്. ഇടത് നോക്കിയാൽ അവളെ വിളിക്കുന്ന വഴികൾക്ക് ആരുമില്ല, വലത് സൈഡ് നോക്കിയാൽ ആരുമില്ല, പുറകിൽ നോക്കിയാൽ ആരുമില്ല, ബാക്കിലോട്ട് നോക്കിയാൽ ആരുമില്ല. അവളെ വിളി കേൾക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, സർവശക്തനായ ദൈവം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ആ ഉറവ അവളുടെ മുമ്പിൽ തുറന്നു വരുവാനില്ല. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് അതില്ല നമ്മൾ 22ലേക്ക് കടന്നു പോകുന്നു. ഇത്രയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് വീണ്ടും കർത്താവ് വീണ്ടും അബ്രഹാമിന് ഒരു പരീക്ഷണത്തിൽ കാണിക്കുന്നു. നാളുകൾ കൊണ്ട് ഒരു മകന് വേണ്ടി കരുതുന്നു, ഒരു തലമുറയ്ക്ക് വേണ്ടി കരുതുന്നു. അവനെ ഒന്ന് കരങ്ങളെടുത്ത് തലമുറുവാൻ കരഞ്ഞു. എന്നാൽ ഒട്ടും ചാൻസ് ഇല്ലാത്ത സമയത്ത് ദൈവം ഒരു മകനെ കൊടുത്തു. അപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മകനെ കിട്ടിയ ആരും അറിയ പോലും പറ്റില്ല. എപ്പോഴും അവനെ എടുത്ത് തലോടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തോട് വായ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം കൊടുത്താൽ പോലും ദൈവത്തെ പോലും ചിലപ്പോൾ മറന്ന് ദൈവസന്നിധിയിൽ പോലും കൊണ്ടുപോകാതെ എപ്പോഴും തല ഓടുന്ന പോലെ ദൈവത്തിന്റെ ദൂതൻ പ്രിയ മകനോട് കണ്ടില്ല. ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ കണ്ടില്ല, പ്രിയ മകൻ കണ്ടില്ല, അത് പറഞ്ഞില്ല. അതില്ല കർത്താവേ, അന്ന് എനിക്ക് തന്നിട്ടുള്ളോട് കാലമൊന്നുമായില്ല, എന്നിട്ട് വീണ്ടും അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാനിത് ചെയ്യണോ എന്നൊരു സംശയം പോലും പ്രിയ അബ്രഹാം ചോദിച്ചു. പ്രിയ മകനോട് പറഞ്ഞില്ല. ആ വചനത്തിൽ പറയുന്നു, അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ആ ബുദ്ധിയോടെ മറുപടി പറഞ്ഞു. അങ്ങയുടെ ഏകജാതനായ പ്രിയ അബ്രഹാം ഇതാ എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം വിളിക്കുമ്പോൾ നീയും ആ കർത്താവിന്റെ അരുളപ്പാട് ശ്രദ്ധയോടെ കേട്ട് കർത്താവിനോട് എന്ന് മറുപടി ചോദിച്ചാൽ നിനക്ക് ചില മറുപടികൾ എന്റെ കർത്താവ്. എന്നാൽ അതിൽ രണ്ടാമത്തെ അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്നു എന്ന് ഹല്ലേലൂയ. നിന്റെ ഏകജാതനായ യിസ്ഹാക്കിനെ കൂട്ടിക്കൊണ്ട് ഹല്ലേലൂയ മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ യാഗം കഴിക്കാം. എത്ര പേർ തയ്യാറാണ് ഇതുപോലെ ഒരു പരീക്ഷണം? ഹലോ, എല്ലാവർക്കും സന്തോഷം, പക്ഷെ അത് മടക്കി കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. പല പ്രാവശ്യം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം സഹായിച്ചു. അപ്പൊ ആ ദൈവത്തിന് ഒരു ആവശ്യം ഇങ്ങോട്ട് നൽകാൻ പറയുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യണം. അങ്ങനെയുള്ളവരാണ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ അടിത്തറ. അതുകൊണ്ട് നീ അബ്രഹാമിനോട് ചോദിച്ചു, ആ മകനെ നീ കൊണ്ടുപോയി യാഗമർപ്പിക്കുക. എന്നാൽ ഇസഹാക്ക് സമ്മതിച്ചു. അവന്റെ കൂടെയുള്ള അവന്റെ ഭാര്യ അവൻ ഈ മലയിലേക്ക് നടത്തുവാൻ കൊണ്ടുപോകുന്ന രണ്ട് പ്രിയ യജമാനന്മാർ ഇസഹാക്ക് ഇവരുടെ 3 പേരോടും പറയുന്നില്ല, അവർ ഇന്ന സ്ഥലത്ത് ഇന്ന ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ഒതുക്കി വെച്ചുകൊണ്ട് പ്രിയ മകൻ ഹല്ലേലൂയ പ്രിയ ഇസഹാക്കും യജമാനന്മാരുമായിട്ട് യാത്രയാണ്. നടന്നു ചെന്ന് ഹല്ലേലൂയ അബ്രഹാം നോക്കിയപ്പോൾ ഏകദേശം മലയുടെ മാർഗ്ഗം 3 ദിവസത്തെ യാത്രയിലാണ് ഈ മകനുമായി യാഗം കഴിക്കുവാൻ പോകുന്നത്. ആ 3 ദിവസത്തിന്റെ കൂടെ സഞ്ചരിച്ച എന്തിനാണ് ഞാൻ അവിടെ പോകുന്നത്?
സ്തോത്രം പക്ഷേ ഇസ്ഹാക്കിന് അറിയാം പ്രിയ മകനെയാണ് അവിടെ യാഗം അർപ്പിക്കാൻ. സ്തോത്രം എന്നാൽ സകല ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് പ്രിയ മകൻ യാത്രയായി. അവിടെ എത്തി അവരോട് നിൽക്കാൻ പറഞ്ഞിട്ട് ഇസ്ഹാക്കിന്റെ തോളിൽ വിറകും ഹല്ലേലൂയ ബാക്കിയുള്ള സാധനങ്ങളുമായി ചുമക്കുന്ന സമയത്ത് മലയുടെ ഏറ്റവും ഉയർന്ന പകുതി സ്ഥലത്ത് വെച്ച് ഇസ്ഹാക്ക് അപ്പനോട് ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, അപ്പാ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, യാഗത്തിൽ ആട്ടുംകുട്ടിയുണ്ട്. യാഗത്തിലുള്ള ആട്ടുംകുട്ടിയുടെ പക്ഷേ ഹല്ലേലൂയ ആ അപ്പന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ നിന്നെയാണ് ഹല്ലേലൂയ ആട്ടുംകുട്ടിക്ക് പകരം യാഗം അർപ്പിക്കുന്നത്. പക്ഷേ അപ്പൻ പറഞ്ഞില്ല. അപ്പൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ പ്രിയ മകളോട് പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും എന്നൊരു വാക്ക് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ അപ്പനോ ആ മകനോട് അങ്ങനെ ഒരു വാക്ക് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിഷമിക്കും. തോളിൽ വിറകുമായി നടക്കുമ്പോൾ എന്നെയാണല്ലോ യാഗത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതെന്ന് ഒരു നിമിഷം അവന്റെ ഹൃദയം ദൈവമെന്ന് അബ്രഹാം അറിഞ്ഞതുകൊണ്ടാണ് അവന്റെ ഒന്നും പറയാതെ വണ്ണം യഹോവ കരുതിക്കൊള്ളുമെന്ന് അബ്രഹാം പറഞ്ഞത്. രക്തം ജയ രക്തം ജയ രക്തം ജയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കല്ലെല്ലാം പറക്കി കല്ലിന് യാഗം ഉണ്ടാക്കി വിറകടുക്കി അതുവരെയും ആ യാഗങ്ങൾ ആട്ടുകുട്ടിയോടെ ഒന്നും കാണുവാൻ കഴിയില്ല. അതുവരെ ഹല്ലേലൂയ അവൻ ആഗ്രഹിച്ച പ്രകാരം ആട്ടുകുട്ടിയോടെ ലഭിച്ചില്ല. എന്നാൽ ഒരു മടിയും കൂടാതെ ദൈവം പറഞ്ഞ ഇഷ്ടത്തെ നിവർത്തിക്കാൻ തയ്യാറോടെ അബ്രഹാം സകല ഒരുക്കങ്ങളും ചെയ്തിട്ട് യാഗത്തിന്റെ സമയത്ത് ആട്ടുകുട്ടി ഇല്ലാതെ വന്നപ്പോൾ പ്രിയ മകന്റെ കൈയും കാലും കെട്ടിയിട്ട് ആ യാഗപീഠത്തിൽ കിടക്കുവാൻ സമയത്തിനനുസരിച്ചല്ല യാഗം ചെയ്യണമെന്നുള്ള ആ വിശ്വാസത്തിൽ പിന്നെ കർത്താവിനോട് ഒരു വാക്കുപോലും അബ്രഹാം ചോദിക്കാൻ തയ്യാറായില്ല. കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം, കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം, കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞ എനിക്ക് നിവർത്തിക്കണം. പ്രിയ മകന്റെ അല്ല ആ ശരീരത്തിൽ യാഗപീഠത്തിന് വേണ്ടി അല്ലെ യാഗം അർപ്പിക്കുവാൻ കരുതി ആ കത്തിയെടുത്ത് മകന്റെ ശരീരത്തിൽ ഓടുന്ന നിമിഷം കർത്താവിന്റെ ദൂതൻ ഒരു വിളിയുണ്ടായി, അബ്രഹാമേ സ്തോത്രം അബ്രഹാമേ സ്തോത്രം 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 അബ്രഹാമേ. എന്റെ മകൻ സ്നേഹത്തിന് നന്ദി പറയുന്നു പപ്പാ. സ്തോത്രം സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക. അതിന്റെ നടുവിൽ നിന്ന് ഇന്നും കരുണയ്ക്കായി നന്ദി പപ്പാ. സ്തോത്രം സ്തോത്രം ശത്രുവിന്റെ മന്ദതയിൽ കടന്ന് അഴുകി കുടിക്കുവാനുള്ള നടക്കുവാൻ
സ്തോത്രം. ആമേൻ. രക്തം ചെയ്യാം, രക്തം ചെയ്യാം. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് സമർപ്പിക്കാൻ ആമേൻ. ഹല്ലേലൂയ. ആ ദൈവീയ പ്രവൃത്തിയുടെ വിടവുണ്ട്. ആ, സ്തോത്രം. ആമേൻ. എന്റെ ദൈവം വിശ്വസ്തനാണ്. നീ എത്ര ബലഹീനയിൽ കൂടെ പോയാൽ നീ ഇന്നോ നാളെ തീരുമെന്ന് ശത്രു നിന്നെ ആ, സ്തോത്രം, സ്തോത്രം. ആ ശത്രുവിന്റെ വാക്കുകളെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ. അനുകൂലമായി പ്രവർത്തിക്കുന്നവരെ ആമേൻ. ഹല്ലേലൂയ. ജഗത്ത് കടന്നു വന്നിട്ടുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നവർ ആ, ഇങ്ങനെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. കർത്താവേ, നന്ദി പറയുന്നു പപ്പാ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രിയ മകൻ ഹല്ലേലൂയ. ആ വിളി കേട്ട് കണ്ണു തുറന്ന് നോക്കിയത് അവൻ അതുവരെ കാണാത്ത ആ, സ്തോത്രം. ഒരു ആട്ടിൻകുട്ടി. ആമേൻ. നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ പങ്കിന്റെ പല പ്രാവശ്യം അറിയാം. കല്ല് പിറക്കി, വിറവ് പിറക്കി, ഇതൊക്കെ പറക്കി ഹല്ലേലൂയ ഈ യാഗപീഠം ഉണ്ടാക്കുന്നത് കൊണ്ട് പല പ്രാവശ്യം വഴി കൂടെ സഞ്ചരിച്ചു കാണും. ആ, സ്തോത്രം. ആ അബ്രഹാമിൽ നിന്ന് പറഞ്ഞ വിളി കേട്ട് കണ്ണ് തുറന്നപ്പോഴാണ് അവൻ അത് കുത്തിയത്. ആമേൻ. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനാണ്. രക്തം ചെയ്യാം, രക്തം ചെയ്യാം. എന്റെ കർത്താവ് സ്തോത്ര, സ്തോത്ര. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനാണെന്ന് മനസ്സിലായപ്പോൾ ആമേൻ. കർത്താവ് ദൂതൻ അവനോട് പറഞ്ഞു, അബ്രഹാമേ, ഹല്ലേലൂയ. നിനക്കൊരു ആട്ടിൻകുട്ടി, കരുതിയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആട്ടിൻകുട്ടി സ്തോത്ര, സ്തോത്ര. നീ അതിനെ എടുത്ത് യാഗം കഴിച്ചു. ആമേൻ. ഹല്ലേലൂയ. പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധ പറയുന്നു, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ഇവിടെ ആ, നൽകിയിട്ടുണ്ട്. സ്തോത്ര, സ്തോത്ര, സ്തോത്ര. പകൽക്കാലം നീ നല്ലവണ്ണം നോക്കിയാൽ വയറ് പാടിക്കൊണ്ട് സ്തോത്ര, സ്തോത്ര. ആമേൻ. ചിലവരുടെ വിടുതലിന്റെ ദിവസം, ആ, സ്തോത്ര. സൗഖ്യത്തിന്റെ ദിവസം, ആമേൻ. ഹല്ലേലൂയ. ആ, സ്തോത്ര. നീ ഇതുവരെ പ്രാപിക്കാത്ത ചില ഹല്ലേലൂയ. ആമേൻ. കാരണം വചനത്തിന്റെ ഭൂമി ഇങ്ങനെ പറയുന്നു. രണ്ട് രാജാക്കന്മാർ ഹല്ലേലൂയ അതിന്റെ 4-ന്റെ 1 വായിച്ചാൽ ഹല്ലേലൂയ. സ്തോത്ര, സ്തോത്ര, സ്തോത്ര. രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ വ്യക്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അതിനവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടും വെറുപാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്നു നിറഞ്ഞത് ഒരു ഭാഗം മാറ്റി വെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോട് കൂടെ അകത്ത് ചെന്ന് വാതിലടച്ചു. മക്കളോട് ചെന്ന് അപ്പോൾ ഈ വചനം നിങ്ങൾ ജഗത്തിരിക്കുന്ന പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും. ആ, സ്തോത്ര, അതിന്റെ അനുഗ്രഹത്തിന്റെ മഹത്വം എന്താണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ ഓർമ്മപ്പെടുക. ഹല്ലേലൂയ. ഇതിൽ നിന്നും ചില മിച്ചം തരുവാൻ കർത്താവിന് ചില ആ, സ്തോത്ര. ആമേൻ. മിച്ചം തരുവാൻ നിന്റെ ഹല്ലേലൂയ. എല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്ര, സ്തോത്ര, സ്തോത്ര കർത്താവേ. സ്തോത്ര, സ്തോത്ര. സ്തോത്രം പപ്പാ. അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആ, സ്തോത്രം.
അവരുടെ വേദന എന്താണ്? പ്രിയ ദാസൻ ഹല്ലേലൂയ സാമ്പത്തികങ്ങൾ വാങ്ങിച്ചു, കാര്യങ്ങളൊക്കെ ചിലവഴിച്ചു, ദാസൻ മരണപ്പെട്ടു. ആമേൻ. എന്നാൽ ഇതിനെ മനസ്സിലായി ഇനി എന്റെ ഏകജാതനായ 2 മക്കളെ എന്റെ കയ്യിൽ തന്നു. അവരെ കൊണ്ട് ജോലി എടുപ്പിച്ച്, 2 ആമക്കളാണ്, 2പേരെയും ജോലി എടുപ്പിച്ച് ഞാൻ കടം വീട്ടിക്കൊള്ളാം. കടം വീട്ടിക്കൊള്ളാം. ആ നിമിഷം നീറുന്ന വേദനയുമായി ഇടയുന്ന ഹൃദയവുമായി ഒരു നിമിഷം വേഗം ആ പ്രവാചിയുടെ അടുക്കൽ കടന്നു ചെന്നിട്ട്, പ്രിയ എലീശേ, പ്രിയ പ്രവാചിയേ, പ്രിയ മകളെ, എന്റെ മകൾ പിടിച്ചു കൊണ്ടുപോവാൻ ആ കടക്കാർ എന്റെ മകളുടെ മധ്യയിൽ നിൽക്കുന്നു. ഇന്നത്തെ അയലോകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വരം ആരും ഓടി ചെന്നാൽ പറയും, അയ്യോ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് പറ്റത്തില്ല, നാളെ വേണമെങ്കിൽ അങ്ങനെ പുള്ളി എന്റെ വീട്ടിൽ ഞാൻ ചോദിച്ചൊരു വാക്കുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെ അങ്ങോട്ട് പ്രവർത്തിക്കാൻ ഏൽപ്പിക്കുന്ന എന്റെ ഭവനത്തിൽ മറ്റൊന്നും നീ അതും കൊണ്ടുപോയി അയൽവക്ക സ്ഥലത്ത് മാക്സിമം എന്റെ കയ്യിൽ മാത്രം വാങ്ങിക്കൊണ്ട് നോക്കിയിരിക്കാനല്ല കർത്താവ് പറഞ്ഞത്. നീ അതവിടെ വാങ്ങിക്കൊണ്ട് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നീ കണ്ണു തുറന്ന് അതെന്താണെന്ന് നോക്കി ശ്രദ്ധിക്കരുത്. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആളുകളുകൊണ്ട് കഴിയുന്നില്ലേ? എന്റെ ഭവനത്തിൽ ഒരു മിച്ചമില്ലല്ലോ. കിട്ടുന്നതൊക്കെ കടക്കാർ വേട്ടയായിരിക്കും, കിട്ടുന്നതൊക്കെ പലിശ കൊടുത്ത് രക്തം ചെയ്യാം. സ്തോത്ര സ്തോത്ര സ്തോത്ര. വഴി തുറക്കുന്നവർ ആ വിധവ എന്ന് കരഞ്ഞതുപോലെ കരഞ്ഞുകൊണ്ട് നിൽപ്പാൻ ഇന്ന് പകർക്കാതെ നിന്റെ ചില ഇല്ലായ്മകളെ രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. സ്നേഹത്തിന് നന്ദി പറയുന്ന നാഥ, സ്തോത്ര സ്തോത്ര. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ദാരിദ്ര്യത്തിന്റെ മേൽ ഒരു അനുഗ്രഹം സ്തോത്ര സ്തോത്ര സ്തോത്ര.
ഇല്ലായ്മയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം. കഷ്ടങ്ങളുടെ കഷ്ടങ്ങളുടെ നടുവിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം. സ്തോത്രം. ഓ, ഇന്ന പ്രശ്നമാണെന്ന് പറഞ്ഞ് ആമേൻ. നല്ല കുതിപ്പിക്കാനല്ല, നിന്നെ ഉയർത്തിപ്പിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഹല്ലേലൂയ. രക്തം ചെയ്യ, രക്തം ചെയ്യ, രക്തം. ഹല്ലേലൂയ. ആരെങ്കിലും വെറുതെ ഇരിക്കും. സ്തോത്രം. കേൾക്കുമ്പോൾ ചിലപ്പോ വലിയ ദൈവദാസന്മാർ പറയുന്ന രീതിയിലുള്ള ഉടവയുണ്ടാകും. സ്തോത്രം, സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഉടവയിലല്ല കാര്യം. ഹല്ലേലൂയ. ആമേൻ. ഈ ഓരോ വാക്കിനും നന്ദി പറയുന്നപ്പാ. സ്തോത്രം, സ്തോത്രം. മകളാണെങ്കിൽ ആമേൻ. നിശ്ചയമായി ഇതിന്റെ ശരവരം. ഹല്ലേലൂയ. കാരണം മറുപടി നൽകുന്ന യേശു ഇതിനകത്ത് കടന്നു വന്നു. ഇതിനകത്ത് കടന്നു വന്നു. സ്തോത്രം, 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 സ്തോത്രം. ചുരുങ്ങിയ നാൾ മുതലാണ് ഹല്ലേലൂയ ഇത്രയും മേൽ എത്തപ്പെടുവാൻ ദൈവം സ്തോത്രം. എന്റെ കയ്യിലല്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഇപ്പോൾ കടന്നു വന്ന കർത്തദാസൻ ഹല്ലേലൂയ പ്രിയ മാതാവ് പണ്ട് കാലത്ത് എന്റെ ബാല്യക്കാലം 12-13 വയസ്സ് കാലത്ത് എനിക്ക് വേണ്ടി ഹല്ലേലൂയ വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം അവരെ കൂടെ ഇരുത്തി ഹല്ലേലൂയ ആ സ്വന്തം സ്കൂൾ പോലെ എന്നെ നയിച്ചു. എന്നാൽ ഈ 2025 ആയപ്പോൾ കർത്തദാസന്റെ കർച്ചീഫ് പ്രസംഗിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ കഴിവല്ല, ആമേൻ. എന്റെ ദൈവത്തിന്റെ ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രാർത്ഥനയാണ് ഇന്ന് ഈ പദവിയുടെ മേൽ നിൽക്കാൻ ദൈവം എനിക്ക് അധികാരം നൽകി. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. പക്ഷേ അവിടെ നോക്കിയും ദൈവം എന്നെ കരം പിടിച്ചു. സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം സ്തോത്രം. അനേകരെ വിടുവിക്കുന്ന ഒരു ദൈവം നിന്റെ കണ്ണുനീർ കണ്ടത് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എത്തിച്ചു കൊടുത്താട്ടെ. സ്തോത്രം നാഥ. സ്തോത്രപ്പാ. ശരവരം. ഹല്ലേലൂയ. എത്തിച്ചു കൊടുത്താട്ടെ. ശിവന്റെ രക്തത്താലോദനത്താൽ കഴുകണം, വിശുദ്ധീകരിക്കണം, ശുദ്ധീകരിക്കണം. രക്തക്കുഴികളെ മറയ്ക്കണം. രക്തത്താൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളെ അടച്ച് ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. അവരെ സാന്നിധ്യം ഇതിനകത്ത് വേദനിക്കുന്നു. അവരെ സാന്നിധ്യം ഇതിനകത്ത് വേദനിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, എല്ലാ ദൈവം ഹല്ലേലൂയ. ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായി ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയായി ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. നഷ്ടങ്ങൾ വന്നാലും യേശുനായകൻ ലോകത്തിന്താവുകൾ നീങ്ങി പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താവുകൾ നീങ്ങി പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദരരെ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയായി. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയായി. ജീവിതവും സൗഭാഗ്യ
ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. നഷ്ടങ്ങൾ വന്നാലും നായകേ കുടാളിയാടേ. നഷ്ടങ്ങൾ വന്നാലും ആരും തുണയില്ല. ആരും തുണയില്ല. എന്നെ നോക്കുവാൻ സഹോദരങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്റെ സഹോദരികൾ വരുമെന്ന് ഞാൻ എന്റെ ഉറ്റവർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നെ ഇന്നവർ വന്ന് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ആരും വന്നില്ല. എല്ലാവരും ഇതിനകത്തിരിക്കുന്നു. കാരാഗൃഹത്തിനകത്ത് കൂട്ടാളിയായ കർത്താവിന്റെ കരം ഇന്ന് പകൽക്കാലം നിനക്കും ഒരു വിടുതലാണ്. അവന്റെ സാന്നിധ്യം ജനിക്കുന്നു. ഒരു വിശേഷിപ്പിച്ചാട്ടെ നിന്റെ പരാജയം കണ്ട്, നിന്റെ തോൽവി കണ്ട്, നിന്റെ വീഴ്ച കണ്ട്, നിന്റെ മരണാവസ്ഥ കണ്ട്, നിന്നെ നോക്കി സന്തോഷിച്ച ചില വ്യക്തികൾക്കാണ് ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു ദിനം. ഇന്ന് പകൽക്കാലം ദൈവം നൽകാക്കുക. വിശ്വസിക്കുന്ന ദൈവജന ഒരു നിമിഷം കർത്താവിനെ കുറിച്ച് രണ്ട് കരങ്ങളെ തട്ടി
പ്രിയ മകനെ കൂടെ ഉച്ചവർ സ്തോത്ര സ്തോത്ര സ്തോത്രം. നീ ഒരു അധികപ്പറ്റാണെങ്കിൽ നിന്റെ ഭവനത്തിൽ നീ ഒരു അധികപ്പറ്റാണെങ്കിൽ നിനക്ക് വേണ്ടി കൂട്ടാളിയായി ശുദ്ധീകരിക്കണപ്പാ സ്തോത്രം. നിനക്ക് വേണ്ടി കൂട്ടാളിയായി നിൽക്കുന്ന ഒരു കർത്താവ് ഭാരമേറിയ ചുമടുമായി ആളുകൾ കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുന്ന നിന്റെ ഭാരത്തെ ഇന്ന് പകൽക്കാലം കാരാഗ്രഹത്തിനകത്ത് യോഗ്യ ഭാരത്തെ ഇറക്കി വെച്ചതുപോലെ ഇന്ന് പകൽക്കാലം നിന്റെ പലർ കൊണ്ടക്കിടക്കിന്റെ സ്തോത്ര സ്തോത്ര സ്തോത്ര. നിനക്കൊരു പുതിയ അങ്കി തരുവാൻ പുതിയൊരു സ്ഥാനത്തെ സ്തോത്ര സ്തോത്ര സ്തോത്ര. രക്തം ചെയ്യ രക്തം ചെയ്യ രക്തം ചെയ്യ. ആമേൻ ഹല്ലേലൂയ. പ്രിയ മകനെ